എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നാളെ 1201 ആണ്ട് ചിങ്ങമാസം 5-ാം തീയതി 2025 ആഗസ്റ്റ് മാസം 21-ാം തീയതി വ്യാഴാഴ്ച പൂയ നക്ഷത്രവും ത്രയോദശി തിരിയും. പൂയ നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടുള്ളവരും പൂയ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരുടെയും നാളത്തെ അശുഭ ഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റവും 2025 ആഗസ്റ്റ് മാസം 20-ാം തീയതിയിലെ ശുക്രൻ്റെ രാശിമാറ്റവും പൂയ നക്ഷത്രക്കാർക്ക് അശുഭ ഫലങ്ങളാണോ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. പൂയ നക്ഷത്രക്കാർ കർക്കിടകക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. ദശാനാഥൻ ശനിയും ഭാഗ്യസംഖ്യ 1, 5, 7 ഇവയും ഗണം ദേവഗണവുമാണ്. ഇവരുടെ ഭാഗ്യരത്നം ഇന്ദ്രനീലം, മുത്ത് ഇവയാണ്. പൂയ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവവിശേഷം പറഞ്ഞാൽ രാശിനാഥൻ ചന്ദ്രനാണ്. ആയതിൽ തന്നെ എല്ലാ കാര്യത്തിനും ഒരു ക്യൂരിയോസിറ്റി ഇവർക്കുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും അറിയാനുള്ളൊരാഗ്രഹം ബാല്യകാലം തൊട്ടേ ഇക്കൂട്ടർക്ക് പ്രകടമായിരിക്കും. രാശിയുടെ അധിപൻ ചന്ദ്രനാകയാൽ തന്നെ യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും കൃഷി കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരോടും അനുകമ്പയുള്ളവരും ആയിരിക്കും. ഈശ്വര വിശ്വാസത്തിൽ തൽപരരും ശാസ്ത്ര അറിവുകളിൽ ജിജ്ഞാസുക്കളുമായിരിക്കും. ദശാനാഥൻ ശനിയാകയാൽ തന്നെ ബാല്യകാലം അരിഷ്ടകളാണ്. മാതാവിനും മാതൃവീട്ടുകാർക്കും ജനന സമയം പല വിധത്തിലുള്ള ക്ലേശങ്ങളും നൽകിയേക്കാം. 5 വയസ്സിന് ശേഷം തനിക്കും കുടുംബത്തിനുമൊക്കെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും മാതാപിതാക്കൾക്കൊക്കെ അഭിവൃദ്ധിയും ഗൃഹവാഹന ഗുണങ്ങളുമൊക്കെ പൂയ നക്ഷത്രക്കാർ നൽകും. ബാല്യകാലത്ത് പഠിത്തത്തിലൊക്കെ ഉത്സാഹം കാണിക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ട് മടി, ആലസ്യത, ഉഴപ്പ് ഇവരുടെ ഒരു പ്രത്യേകതയായി തന്നെ കാണാം. ധാരാളം സുഹൃത്തുക്കളുണ്ടാവും. സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയും പരോപകാരം ചെയ്യാൻ തൽപരരുമായിരിക്കും. വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ സ്വജനങ്ങൾക്ക് വേണ്ടിയിട്ടോ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ തന്നെയും അന്യജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും ഇവരെ കൊണ്ടുണ്ടാകുക. സ്വദേശം വിട്ട് താമസിക്കുന്നതിൽ പ്രിയം കൂടി നിൽക്കും. യാത്രകൾ ചെയ്യുന്നതിനും വനമേഖലകളിൽ സഞ്ചരിക്കുന്നതിനും പ്രിയം കൂടി നിൽക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള യോഗവും ഇക്കൂട്ടർക്കുണ്ട്. വിദേശവാസയോഗം കൊണ്ടാണ് കൂടുതൽ ശ്രേയസ്സും അഭിവൃദ്ധിയും ഉണ്ടാകുക. കുടുംബക്കാരോടും ബന്ധുജനങ്ങളോടും പ്രിയം ഉള്ളവരായിരിക്കും. വാഹനങ്ങളോട് പ്രിയം കൂടി നിൽക്കും. ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ വാങ്ങാനും കൈകാര്യം ചെയ്യാനുള്ള യോഗത്തെ കാണിക്കുന്നുണ്ട്. ദശാനാഥൻ ശനി 9 വയസ്സ് വരെ കൽപ്പിക്കാം. ശേഷം 17 വർഷക്കാലം ബുധൻ, 7 വർഷക്കാലം കേതു, പിന്നീട് 20 വർഷക്കാലം ശുക്രൻ, 6 വർഷക്കാലം ആദിത്യൻ, 10 വർഷം ചന്ദ്രൻ. ഇങ്ങനെയാണ് ദശ കണക്ക് വിവരം വരുന്നത്. പ്രധാന വിദ്യാഭ്യാസത്തിന് ശേഷം കേതുർദശ, അതിനുശേഷം വരുന്ന ശുക്രദശ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും പുരോഗതിയും ബിസിനസ് കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി നൽകും. കച്ചവട വ്യാപാര മേഖലയിൽ ശോഭിക്കുന്നതിനുള്ള യോഗം പൊതുവെ പൂയ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യങ്ങൾ ഇവർ നൽകി കാണാറില്ല. ഇവരുടേതായ ആവശ്യങ്ങൾക്കുള്ള ധനത്തെ ഇവർ കണ്ടെത്തുകയും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിക്കൊണ്ട് അന്നന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ. പുതിയ ടെക്നോളജികളോട് അഭിരുചി കൂടി നിൽക്കുകയും ആ സാങ്കേതിക വിദ്യകളെയൊക്കെ പഠിക്കുന്നതിനും പരിചയപ്പെടുന്നതിനും കൂടുതൽ ജിജ്ഞാസ കാണിക്കുകയും ചെയ്യും. വിവാഹ ജീവിതങ്ങൾ പലപ്പോഴും ക്ലേശങ്ങൾക്ക് ഇട നൽകാറുണ്ട്. ജീവിത പങ്കാളിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അപാരമായ ധാരണാശക്തി ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കുന്നതിനുള്ള വിശേഷമായിട്ടൊരു കഴിവ് ഇവർക്ക് നൽകുന്നുണ്ട്. ഭക്ഷണകാര്യങ്ങളിൽ വളരെ നിർബന്ധിത ബുദ്ധി ഈ കൂട്ടർക്ക് പറയാം. അവർക്കിഷ്ടപ്പെട്ടതും രുചികരമായ ഭക്ഷണങ്ങൾ മാത്രമേ അവർ കഴിക്കാനായിട്ട് ശ്രമിക്കൂ. സൈന്യം, പോലീസ് ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുവാൻ താല്പര്യം കാണിക്കും. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നതിനും ഇവർക്ക് താല്പര്യമുള്ളവരായിരിക്കും. എന്നാൽ പലപ്പോഴും വിചാരിച്ചതോ ആഗ്രഹിച്ചതുമായ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനോ ആ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിനോ ഇവർക്ക് പറ്റാതെ വരാറുണ്ട്. ബാല്യകാലം വിട്ട് യൗവനത്തിലേക്ക് കയറുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വിപരീതമായ ഫലമായിരിക്കും. എല്ലാ കാര്യത്തിനും മടി, ആലസ്യത, എന്ത് കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിന്ദ്യാഭിഭാഷി എന്നാണ്, അപ്പോൾ തന്നെ നിന്ദിച്ച് സംസാരിക്കുക.
ഈ വക കാര്യങ്ങളൊക്കെ യൗവനകാലത്ത് ഇവർക്കൊരു ന്യൂനതയായിട്ട് പറയാം. എല്ലാ ഒരു കാര്യത്തെയും നിസ്സാരമായിട്ട് മാത്രമേ ഇവർ കൽപ്പിക്കാറുള്ളൂ. എന്ത് കാര്യത്തിനെയും എന്ത് പ്രതിസന്ധിയെയും വളരെ ഗൗരവമായിട്ടോ യുക്തിസഹജമായിട്ടോ ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ വരും വരാതിയെക്കുറിച്ചുള്ള ചിന്തന കുറഞ്ഞു നിൽക്കുന്നതും ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചേക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം 12 സഞ്ചരിക്കുന്നത് പലവിധ ക്ലേശങ്ങൾക്ക് ഇട നൽകും. പാപേ ദ്വാദശകേ ദുർവ്യയം എന്നാണ്. അപ്പോൾ ധനനഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനും തൊഴിൽ സ്ഥാനത്ത് മാറ്റങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ശനി അഷ്ടമത്തിൽ നിന്ന് 9-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് പലവിധ ക്ലേശങ്ങളും മാറുന്നതിനും നമ്മൾ അറിയാതെ ഏറ്റിരുന്ന ദുഷ്കീർത്തിയൊക്കെ മാറി നമ്മുടെ സത്യസന്ധത തെളിയിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ഈ വർഷത്തിൽ സംജാതമാകും. അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയമായതിനാൽ രോഗാദി കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശിരോസംബന്ധമായും നേത്രസംബന്ധമായും വരുന്ന ക്ലേശങ്ങളും കാൽമുട്ടിനെ സംബന്ധിക്കുന്നതായ ക്ലേശങ്ങളും പൂയ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശുക്രൻ്റെ രാശിമാറ്റം ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുന്ന സമയം അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന സാമ്പത്തിക സഹായങ്ങൾ കരണീയമാകുന്നതിനുള്ള യോഗവും അപ്രതീക്ഷിതമായ ധനനേട്ടത്തിനും യോഗം നൽകും. കച്ചവട വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ലാഭത്തെ ശുക്രൻ്റെ രാശിമാറ്റം നൽകും. അപ്രതീക്ഷിതമായ ധനനേട്ടം ഏറെ നാളായിട്ട് നിലനിന്നിരുന്ന കടബാധ്യതകളൊക്കെ തീർക്കുന്നതിന് ഉപകരിക്കുന്ന സമയമാണ്. ആയതിനാൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന രീതികളിൽ കർമ്മസ്ഥാനത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഉത്തമമായ ഫലത്തെ നൽകും. നാളത്തെ ദിവസം ഇവർക്ക് സംബന്ധിച്ച് ഗുണപരമായ ദിവസമായിരിക്കും. അപ്രതീക്ഷിതമായ നേട്ടത്തിനും മനസ്സന്തോഷത്തിനും കുടുംബത്തിൽ ഐക്യതയ്ക്കും വാഹന ഗൃഹയോഗത്തിനും ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളുടെ സാധീകരണത്തിനും നാളത്തെ ദിവസം സാധിക്കും. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം നാളത്തെ ദിവസം ശ്രദ്ധിക്കണം. പക്ഷി മൃഗാദികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും നാളത്തെ ദിവസം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പൂയ നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവർ നാളത്തെ ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി അഘോരമന്ത്രത്തിൽ അർച്ചന നടത്തുന്നതും ജലധാര നടത്തുന്നതും അവരുടെ ക്ലേശങ്ങൾ മാറാനായിട്ട് ഉപകരിക്കും. പൂയ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നാളത്തെ ദിവസം വിശേഷമായിട്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ജലധാരാദി വഴിപാടുകൾ ചെയ്യുന്നതും അവരുടേതായ ക്ലേശങ്ങൾ മാറുന്നതിനും അഭീഷ്ടകാര്യ സാധ്യത്തിനും ഉപകരിക്കുന്നതാണ്. നക്ഷത്ര ഗോചര ഫലങ്ങളും ക്ഷേത്ര വഴിപാടുകളുമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിക്കായിട്ടുള്ളതാണ്. മനുഷ്യൻ്റെതായ ആവശ്യങ്ങൾക്ക് ഋഷീശ്വരന്മാർ അവരുടെ ധ്യാനത്തിൽ കണ്ടെത്തിയിട്ടുള്ളതായ കാര്യങ്ങളാണ് ക്ഷേത്രത്തിലൂടെ സാധ്യമാകുന്നത്. ആയതിനാൽ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിഞ്ഞു പ്രവർത്തിക്കുക. നമ്മളൊരിക്കലും ക്ഷേത്രത്തിനോ വഴിപാടിനോ വേണ്ടിയിട്ട് ആകാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. ക്ഷേത്ര വഴിപാടുകളൊക്കെ നമ്മുടേതായ പ്രവർത്തനത്തിന് ഒരു ഊർജവും ഒരു മനോബലവും നൽകുന്ന കാര്യങ്ങളാണ്. പ്രവർത്തനവും കൂടി അതിൻ്റെ ഒപ്പം വന്നെങ്കിൽ മാത്രമേ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഫലം കിട്ടുകയുള്ളൂ. ഇതുകൂടി മനസ്സിൽ ഉറപ്പിച്ചു വേണം എല്ലാവരും ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുവാൻ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം.